ബിപിൻ, ചെന്നൈയിൽ ഏത് മേഖലയിലാണുള്ളത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പൊതുവെ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇന്ന് രാവിലെ മുതൽ ശക്തി പ്രാപിച്ച് വൈകുന്നേരം വരെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടൊന്ന് കുറച്ച് ശമിച്ചിട്ടുണ്ട്, ചെറിയൊരു മഴയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും രാവിലെ മുതൽ നല്ല ശക്തമായ മഴയായിരുന്നു ഇവിടെ ഈ ഭാഗത്ത്. അവിടെ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് ആ മേഖലയിൽ താമസിക്കുന്നവർക്ക്? ഇല്ല, ഇവിടെ ഈ സൈക്ലോണിന്റെ ഫോർമേഷൻ മുതൽ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഗവൺമെന്റ് അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇതിനുള്ള പറ്റിയുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം കൃത്യമായി അവർ പ്രവചിക്കുകയും ചെയ്തു. ഇത് ഇന്നാണ് കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഇത് ലോ ഡിപ്രഷൻ എന്നാണ് മൂവ് ആവുന്നതെന്നുള്ളത്. അത് പറഞ്ഞാൽ ഏകദേശം കുറച്ചെങ്കിലും എല്ലാ ആൾക്കാരും കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി. 30-ാം തീയതി ആയിരുന്നു പ്രഡിക്ട് ചെയ്തിരുന്നത് ഹെവി റെയിൻഫാൾ. അത് ഉദ്ദേശം കുറച്ചധികം സാധാരണ ആൾക്കാരൊക്കെ പുറത്തു പോകാതെയും സ്കൂളുകൾക്ക് അവധി നൽകിയും ഓഫീസിൽ നിന്നുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം കൊടുത്തും പലരും അത് ഓൾറെഡി ആപ്ലിക്കേഷൻസ് ഏറ്റെടുത്ത് വേണ്ട വിധം മുന്നറിയിപ്പ് ഏറ്റെടുത്തു. അത് കാരണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. കഴിഞ്ഞ ഇതിലൊക്കെ വെള്ളം കയറിയ പല സബ്വേകളിലും അണ്ടർപാസുകളിലും ഈ തവണ അധികം വെള്ളം നിന്നില്ല. അതൊക്കെ കുറച്ച് കാര്യമായി തന്നെ ഗവൺമെന്റ് കാര്യക്ഷമമായി ചെയ്ത് വെള്ളം എടുക്കുന്നുണ്ട്. എന്നാലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ടും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്. താമസിക്കുന്ന മേഖലയിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണോ പറയാനാകുന്നത്? ഇല്ല, ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. ഇവിടെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. എന്നാലും രൂക്ഷമായി അധികം അത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഇതായിട്ട് മാറിയിട്ടില്ല. കാരണം ഇപ്പോൾ മഴ 1-2 മണിക്കൂറായിട്ട് വിട്ട് നിന്നതോടുകൂടി പല പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. എന്നാലും ഉണ്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതികളുണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ ബിപിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ബിപിൻ, ഇപ്പോൾ ഈ എല്ലാ ഇടങ്ങളിലും, അതായത് പ്രത്യേകിച്ച് ഈ തമിഴ്നാടിന്റെ വടക്കൻ തീരദേശ ജില്ലകളിലാണല്ലോ ശക്തമായ മഴ എന്ന്. ബിപിൻ ആ മേഖലയിൽ ആണോ ഇപ്പോഴുള്ളത്? ഞാൻ ചെന്നൈയിലെ അമ്പത്തൂർ പുഴൽ എന്നുള്ള മേഖലയിലാണ് ഞാനുള്ളത്. ആ പ്രദേശത്തും ചെന്നൈ മുഴുവനും രാവിലെ മുതൽ ഇന്നലെ മുതലുള്ള മഴയും വെള്ളക്കെട്ടും ഉണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം നന്നായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് താമ്പരം, മുടിച്ചൂർ ആ ഭാഗങ്ങളിലാണ്. കുറച്ചും കൂടെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കൂടുതൽ കയറുന്നതും അവിടെ കുറച്ചും കൂടെ സ്ഥിതി രൂക്ഷമാണ്. അങ്ങനെയാണ്. ശരി, ചെന്നൈയിൽ നിന്ന് മലയാളിയായ ബിപിനാണ് നമ്മോടൊപ്പം ചേർന്നത്. വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ടായിരുന്നു എന്നാണ് ബിപിൻ നമ്മളോട് പങ്കുവച്ചത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി ചേരുകയാണ്. ഗോപി, ഇത് ഈ കാറ്റ് തമിഴ്നാട്, കർണാടക വഴി വടക്കൻ കേരളം അതുവഴി പുറത്തേക്ക് പോകും, ശക്തി കുറഞ്ഞു പോകും എന്നുള്ളതാണല്ലോ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം മുതൽ കേരളത്തിലെ അന്തരീക്ഷ നിലയിലും കാലാവസ്ഥയിലും ഒക്കെ മാറ്റമുണ്ടാകും. നാളെ മറ്റന്നാളും കേരളത്തിൽ മഴയ്ക്കും ഇടിമിന്നലിനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ടെന്ന ജാഗ്രതാ നിർദ്ദേശം ഇവിടെയും നൽകിയിട്ടുണ്ടല്ലോ, അല്ലേ? അതെ കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ ഈ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടതാണ് ഈ ഫിൻജാൾ ചുഴലിക്കാറ്റ്. ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് നൽകുന്ന റെഡ് മെസ്സേജ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് വടക്കൻ തമിഴ്നാട്, അതായത് തമിഴ്നാടിന്റെ വടക്കൻ തീരദേശ ജില്ലകൾ, അവിടെയെല്ലാം ഇപ്പോൾ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. പിന്നീട് പുതുച്ചേരിയിലാണ്, അത് കഴിഞ്ഞാൽ പിന്നെ തെക്കൻ ആന്ധ്ര തീരത്താണ്. അതിന്റെ ഒരു അനുരണനം കേരളത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിലെ ചില ജില്ലകളിൽ ഇത് ശക്തമായ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഡിസംബർ 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ